നിർമ്മാണം പൂർത്തിയായ ഇടുക്കി ചിന്നാർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ചിന്നാർ അണക്കെട്ടും പരിസരവും മോടിപിടിപ്പിച്ച വിനോദസഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അവികസിത മേഖലയായ മങ്കുവ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ചിന്നാർ പദ്ധതി പ്രയോജനപ്രദമാക്കാമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ചിന്നാർ പുഴയിൽ മങ്കുവയ്ക്ക് സമീപമാണ് ചിന്നാർ അണക്കെട്ട്. 26 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള വൈദ്യുത നിലയം സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 150 മീറ്റർ നീളവും 15 മീറ്റർ ഉയരവുമുള്ള ജലസംഭരണി നിർമ്മിച്ചു കഴിഞ്ഞു. 95 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിയുടെ അണക്കെട്ട് പൂർത്തിയായപ്പോൾ 89 കോടി രൂപ മാത്രമാണ് ചെലവായത്. 3.2 കിലോമീറ്റർ ദൂരത്തിൽ ടണൽ നിർമ്മിച്ച് പവർ ഹൗസുമായി ബന്ധപ്പെട്ടുള്ള അവസാന നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഡാം പൂർത്തിയായതോടെ നിരവധി പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത്. ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇപ്പോൾ പണി പെട്ടെന്ന് തന്നെ തീർത്തിരിക്കുന്ന സംഗതിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ KSEB ഈ ഡാമിന്റെ ഇരു സൈഡിലുള്ള ചിന്നാർ നദിയുടെ ഇരു കരകളിലുള്ള സ്ഥലം അവർ ഏറ്റെടുത്ത് അവരുടെ പദ്ധതിയിൽപ്പെടുത്തി സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചിന്നാർ പാലം തൊട്ട് താഴേക്കുള്ള ഭാഗം രണ്ട് സൈഡും ഇതിന്റെ സൈഡ് കെട്ടി വിനോദസഞ്ചാരത്തിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഹൈഡൽ ടൂറിസം പദ്ധതിയിൽപ്പെടുത്തിയത് ചെയ്യുന്നതാണെങ്കിൽ ഇവിടുത്തെ കുറെ ആളുകൾക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. ഡാമിന്റെ ഇരുകരകളും ഉൾപ്പെടുന്ന പ്രദേശം കെട്ടി സംരക്ഷിക്കുകയും പൂന്തോട്ടം വെച്ചുപിടിപ്പിച്ച് വിശ്രമ സങ്കേതവും ഡാമിൽ പെഡൽ ബോട്ട് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയാൽ നിരവധി പേരെ ഇവിടേക്ക് ആകർഷിക്കാനാകും. പൊതുവെ അവികസിത മേഖലയായ കൊന്നത്തടി മങ്കുവ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് ചിന്നാർ ഡാമും പരിസരവും പ്രയോജനപ്പെടുത്തുവാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.